അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, പലരും ചോദിച്ച ഒരു സംശയം, ഉസ്താദേ നിങ്ങളുടെ മജ്ലിസ് നമ്മൾ കാണാറുണ്ട്, എല്ലാ ദിവസവും മഗ്രിബിന് ശേഷമാണ് നിങ്ങളുടെ മജ്ലിസ് തുടങ്ങുന്നത് അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. പലപ്പോഴും ഈ മജ്ലിസിൽ നമ്മളിങ്ങനെ ദിക്ർ ചൊല്ലി നമ്മൾ ഏകദേശം ദിക്ർ പകുതിയാകുമ്പോൾ ആ ദുആക്ക് മുമ്പ് തന്നെ ഇശാ ബാങ്ക് വിളിക്കും. ചിലപ്പോൾ ഞാൻ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ജോലിയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സൂറത്തുൽ ഫത്തഹോ യാസീനൊക്കെ ഓതിയിട്ടാണ് ഉസ്താദെ നിങ്ങളുടെ മജ്ലിസ് കേൾക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മജ്ലിസ് തുടങ്ങി ഒരു പകുതിയാകുമ്പോൾ തന്നെ ഇശാ ബാങ്ക് വിളിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ മജ്ലിസ് തന്നെ കേൾക്കണോ അതോ ഇശാ നിസ്കരിക്കണോ? എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. നമ്മുടെ മജ്ലിസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ പതിയെ എന്ത് ചെയ്യുക? പൗസ് നിൽക്കുക, അതായത് നിർത്തി വെക്കുക, ഫോൺ നിർത്തി വെക്കുക, നമ്മുടെ വീഡിയോ നിർത്തി വെക്കുക, എന്നിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ ഇശാ ബാങ്കാണ്. ഇനി നാളെ പകലാണിത് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ളുഹറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അസറിൻ്റെ സമയത്തോ എപ്പോഴാണ് ബാങ്ക് വിളിക്കുന്ന സമയമാണെങ്കിൽ ഇത് പൗസാക്കി വെക്കുക, അതായത് നിർത്തി വെക്കുക. എന്നിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുത്, മറുപടി കൊടുക്കുക. അതിനുശേഷമുള്ള ദുആയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസ് നിങ്ങൾക്ക് കാണാം. ഇനി വേണമെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഇശാ നിസ്കരിക്കാം, അല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കാം, അല്ലെങ്കിൽ അസർ നിസ്കരിക്കാം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ മജ്ലിസ് കേൾക്കാം. ഇനി അവസാനം ദുആഇൻ്റെ കുറച്ചു ഭാഗം കൂടിയേ നിങ്ങൾക്ക് ആമീൻ പിടിക്കാനുള്ളൂ. അപ്പോഴാണ് ഇശാ ബാങ്ക് വിളിച്ചത് അല്ലെങ്കിൽ ളുഹർ ബാങ്ക് വിളിച്ചത് എങ്കിൽ നമ്മുടെ ബാങ്കിന് ശേഷമുള്ള ദുആയും കൂടി പറഞ്ഞ് നമ്മുടെ മജ്ലിസ് കൂടി അത് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് നിസ്കാരത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് വലിയൊരു എന്താ പറയുക, അന്താരാഷ്ട്ര കാര്യമൊന്നുമല്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചു, ഉസ്താദ് ഞങ്ങൾ എന്ത് ചെയ്യും? ഈ മജ്ലിസ് തുറന്ന് കേൾക്കണോ അതോ അങ്ങനെ നിസ്കരിക്കാൻ പോകണോ? അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ മജ്ലിസ് ഏതായാലും തീർന്നു പോകുന്നില്ല അല്ലേ? ഇത് നിങ്ങൾക്ക് ഇന്ന് കേട്ട മജ്ലിസ് നാളെയും കേൾക്കാം. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ഈ പറയുന്ന ദിക്റും സ്വലാത്തൊക്കെ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ പ്രതിഫലം കൂടിക്കൂടിയേ വരുന്നുള്ളൂ. ഇത് ഇന്നലെ ചൊല്ലിയ ദിക്റല്ലേ, അത് തന്നെയല്ലേ ഇന്നും ചൊല്ലുന്നത്, അതുകൊണ്ട് ഞാനും ചൊല്ലുന്നില്ല, അങ്ങനെയല്ല. ഇന്നലെ നമ്മൾ നിസ്കരിച്ചതുപോലെയല്ലേ ഇന്നും ളുഹർ നിസ്കരിക്കുന്നത്? ഇന്നലെ നമ്മൾ നിസ്കരിച്ച ആ അസ്ർ നമസ്കാരം പോലെയല്ലേ ഇന്നും അസ്ർ നിസ്കരിക്കുന്നത്? ഇന്നലെ നമ്മൾ ഓതിയ സൂറത്ത് യാസിൻ തന്നെയല്ലേ ഇന്നും ഓതുന്നത്? അതുകൊണ്ട് ഉസ്താദ് ഓരോ ദിവസവും നിങ്ങൾക്ക് വെറൈറ്റി ഓതി പറഞ്ഞാൽ എന്താ, അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ടാവാം. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ചൊല്ലിയ ദിക്റുകൾ അത് വളരെ പെർഫെക്റ്റായി, വളരെ പ്രാധാന്യമുള്ള, വളരെ ഗുണമുള്ള ദിക്റാണ്. അത് തന്നെ നമ്മളിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് തുടങ്ങുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു തആല നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാവട്ടെ. മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സ്വലാത്തോടു കൂടി നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലുന്തോറും നമുക്ക് കിട്ടുന്ന നേട്ടം അള്ളാഹുവിനോടും അവൻ്റെ മലക്കുകളോടും, അതായത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നവരെ വളരെയധികം പ്രിയമുള്ളതാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറയിൽ സ്വലാത്ത് ചൊല്ലിയവരെ പ്രത്യേകം ഒരു പരിഗണന കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് കടത്തുന്നൊരവസ്ഥയുണ്ട്. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവരെ ഏതായാലും നബിതങ്ങൾ ഇഷ്ടപ്പെടും. നബിതങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് ലോകത്തുള്ള മുഴുവൻ കോടാനുകോടി മലക്കുകളും പിന്നെ അള്ളാഹുവും അയാളെ ഇഷ്ടപ്പെടാൻ കാരണമാണ്. അള്ളാഹുവും മലക്കുകളും പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട പിന്നെ വിജയിച്ചില്ലേ? അപ്പോൾ ആ വിജയം കിട്ടാൻ, ദുന്യാവും ആഖിറവും വിജയിക്കാൻ സ്വലാത്ത് ചൊല്ലിക്കോ. ഏത് സ്വലാത്ത് ഉസ്താദെ? അറിയാവുന്ന സ്വലാത്ത്. നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ട്, അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്തായാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ചൊല്ലാൻ പോകുന്ന ഒരു സ്വലാത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്വലാത്താണ്. ഒരുപാട് മഹത്തുക്കൾ നമുക്കിത് ചൊല്ലി പഠിപ്പിച്ചു തന്നതാണ്. ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ
മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. നമ്മുടെ ഹൃദയം, നമ്മുടെ ഖൽബ് ഒരിക്കലും ഈമാനില്ലാത്ത ഹൃദയമായി മാറരുത്. നമുക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള ഒരു ഹൃദയം, ഒരു ശരീരം, ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് മതി നമുക്ക് വിജയിക്കാൻ. അല്ലാഹു തആലയോട് എപ്പോഴും നമ്മൾ ദുആരക്കണം. ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച, എന്തിനേറെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പലപ്പോഴും ദുആരെന്ന ഒരു ദുആയുണ്ട്. നമുക്ക് ആ ദുആ ഒന്ന് ചെയ്താലോ? നമ്മുടെ ഹൃദയം ഈമാൻ കൊണ്ട് നിറയണം, നമ്മുടെ പ്രതിസന്ധികൾ മാറണം, നമുക്ക് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ പറ്റണം. ചൊല്ലിക്കോ: അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. 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 اللهم يا مقلب القلوب ثبت قلوبنا على دينك. 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 മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന ക്രൂരനായ രാജാവിൻ്റെ ആ വലിയ തീക്കുണ്ഠാരത്തിലേക്ക് കടന്നപ്പോൾ, അതിലേക്ക് മഹാനവറുകളെ എറിയപ്പെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വാചകമുണ്ട്. നമുക്കും ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ പറഞ്ഞോ ഈ വാക്ക്. ഇബ്രാഹിം നബിയെ പോലെ അല്ലെങ്കിൽ ഇബ്രാഹിം നബിയോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ആ മഹാനവറുകളോട് നമ്മുടെ നാവൊന്ന് യോജിക്കാൻ. കാരണം മഹാനവറുകൾ പറഞ്ഞ ദിക്റാൻ, ആ ദിക്ർ നമ്മൾ പറയുമ്പോൾ മഹാന്റെ പൊരുത്തം നമുക്ക് കിട്ടുകയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കും ഈ ദിക്ർ കാരണമാവണം. പറഞ്ഞോ, ഒന്നിച്ചു പറഞ്ഞോ: ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ.
ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പടച്ച റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ മക്കളായി, വീടായി, അല്ലേ, ഭക്ഷണമായി, വസ്ത്രമായി, നമ്മുടെ വാഹനമായി, ഒരുപാട്, നമ്മുടെ ആരോഗ്യം, എല്ലാം അനുഗ്രഹങ്ങളാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു പോവാതെ നിലനിന്ന് കിട്ടണം. അതാണ് ബറക്കത്ത് എന്ന് പറയുക. അപ്പോൾ ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഒരുപാട് കണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക, ദിക്റുകൾ പറയുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ നിലനിന്ന് കിട്ടാനുള്ള ഒരു ദുആ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഒന്നിച്ചു പറഞ്ഞേ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു സ്വലാത്ത് വളരെ പ്രാധാന്യമുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം
ആ മുഖം നമുക്ക് കാണാനുള്ള വലിയൊരു അവസരം അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. അതായത് നബിയെ സ്വപ്നത്തിൽ കാണാൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു സ്വലാത്ത്, ഒരുപാട് മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിയ ഒരു സ്വലാത്താണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികൾക്കും അല്ലാഹു തആല പരിഹാരം നൽകുമാറാവട്ടെ. നമുക്കൊന്ന് ചൊല്ലിയാലോ? ഇസ്തിഗ്ഫാർ പല രൂപത്തിലുണ്ട്. നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ നമ്മൾ തൗബ ചെയ്യണം, അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഒരുപാട് മഹത്തുക്കൾ അവരൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു ഇസ്തിഗ്ഫാർ ഉണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. നമ്മുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം يا ذا الجلال والإكرام. أستغفر الله العظيم 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 يا ذا الجلال والإكرام. നാളെ ആഖിറത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഒരാൾ ഒരുപാട് നന്മകളുമായിട്ട് വരും. അയാളിങ്ങനെ നന്മകളുമായി വന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ മറ്റുള്ള ആളുകൾ വന്നിട്ട് പറയും, അല്ലാഹുവേ, അയാൾ എന്നെ കളിയാക്കിയവനാണ്, അയാൾ എന്നെ പരിഹസിച്ചവനാണ്, അയാൾ എന്നെ കുറ്റപ്പെടുത്തിയവനാണ്. അപ്പോൾ ഓരോ ആളുകൾ വന്ന് ഇയാളെ പറ്റി പരാതി പറയുമ്പോൾ അല്ലാഹു തആല അവർക്കെല്ലാം ഇവൻ്റെ നന്മകൾ എടുത്തു കൊടുക്കുമെന്നാണ്. പക്ഷേ ഒരു കാര്യം മാത്രം അയാൾക്ക് വീതിക്കാൻ പറ്റില്ല. അയാളിൽ നിന്ന് മറ്റൊരാൾക്കും അല്ലാഹു തആല വീതിച്ചു കൊടുക്കാത്ത ഒരൊറ്റ അമലേ ഉള്ളൂ, അത് സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിക്കോ പരമാവധി. എത്രയോ സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മമാരുണ്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം തീരും മുമ്പ് നമുക്ക് പറ്റുന്നത് പോലെ അല്ലേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി 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 അവസാനം സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വേണം. അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. ആ സ്വലാത്ത് ചൊല്ലി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ, നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഉദവി നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയാലോ? ഈ സ്വലാത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചൊല്ലിക്കോ: അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഒരു സ്വലാത്ത് വളരെ പ്രാധാന്യമുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം, ആ മുഖം നമുക്ക് കാണാനുള്ള വലിയൊരു അവസരം അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. അതായത് നബിയെ സ്വപ്നത്തിൽ കാണാൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു സ്വലാത്ത്, ഒരുപാട് മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിയ ഒരു സ്വലാത്താണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികൾക്കും അള്ളാഹു തആല പരിഹാരം നൽകുമാറാവട്ടെ. നമുക്കൊന്ന് ചൊല്ലിയാലോ? اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. ചൊല്ലിക്കോ, اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. اللهم صل وسلم على سيدنا محمد زينة الوجود وعلى آله خير كل موجود. നമ്മളെല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു ആ സൗഭാഗ്യം കൂടി നമുക്ക് നൽകട്ടെ, ആമീൻ. എത്രയോ ആളുകളാണ് മുസ്ലിമായി ജനിക്കുന്നു, മുസ്ലിമായി ജീവിക്കുന്നു, അവസാനം മരണപ്പെടുമ്പോൾ അവസാനം മരണപ്പെടുന്ന സമയത്ത് ഈമാൻ തെറ്റിപ്പോകുന്നു. അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ മരിക്കുന്ന സമയത്ത് നമുക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോവരുത്.
അത് നമ്മൾ എപ്പോഴും ദുആരക്കണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. അത് അടുക്കാൻ പറ്റുന്നത് ദിക്റുകൾ പറയുമ്പോൾ, അതുപോലെ തന്നെ തസ്ബീഹുകൾ പറയുമ്പോഴാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇസ്മ, അള്ളാഹുവിൻ്റെ പേര്, ആ അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ട ഇസ്മുൽ ആലമെന്ന് നമുക്ക് പരിചയപ്പെടുത്തപ്പെട്ട ആ ഒരു ഇസ്മും അതുപോലെ തന്നെ ഒരു ദുആയും കൂട്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈമാൻ സലാമത്താവാൻ വേണ്ടി നമുക്കൊന്ന് ദുആരക്കാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം أمتنا على دين الإسلام يا ذا الجلال والإكرام 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 أمتنا على دين الإسلام. ദുആകളിൽ ഏറ്റവും ഖൈറായ ദുആ അത് വിശുദ്ധമായ ഖുർആനിലെ ദുആയാണ്. പ്രത്യേകിച്ച് ഖുർആനിലെ ദുആകളിൽ ഏറ്റവും തലവൻ എന്ന് തന്നെ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആരക്കുന്നൊരു ദുആയുണ്ട്. ആ ദുആ മതി നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ. അള്ളാഹുവേ, ഈ ദുആയിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയൊക്കെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ എല്ലാവിധ നന്മയും കൊടുക്കണേ അല്ലാ, രക്ഷ കൊടുക്കണേ അല്ലാ. ഈ ദുആ വളരെ പ്രാധാന്യപ്പെട്ട, വളരെയധികം പ്രതിഫലമുള്ള ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഒന്നിച്ചു പറഞ്ഞു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അത് മരണപ്പെട്ട മാതാപിതാക്കളാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ലെന്നാണ്. കാരണം അത്രമാത്രം നമ്മളെ അത്രമാത്രം വളർത്താനും നമ്മളെ ഈ ഒരു രൂപത്തിൽ ഉയർത്താനും അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. അവർ ഒരുപാട് നാവ് കൊണ്ട് നമുക്ക് വേണ്ടി ദ്വാരുന്നവരാണ്, ഒരുപാട് ശാരീരികമായി കഷ്ടപ്പെട്ടവരാണ്. ആ ഉമ്മയെയും വാപ്പയെയും ദ്വായിലെങ്കിലും നമ്മൾ ഓർത്തില്ല എങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ? ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ദ്വാരുന്നാലോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി. അല്ലാഹു തആല മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ഖൈർ പ്രദാനിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നമ്മൾ ഓരോരുത്തരും ഈ ദുന്യാവിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതലായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അത് ഖബർ ജീവിതമാണ് അല്ലേ. ഖബർ ജീവിതവും അതുപോലെ തന്നെ പരലോക ജീവിതവുമാണ്. അപ്പോൾ നമ്മൾ ഇനി പോകാനുള്ള ഈ ദുന്യാവ് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നുണ്ട്, യഥാർത്ഥ ജീവിതമാകുന്ന ഖബർ ജീവിതത്തിലേക്കും അത് കഴിഞ്ഞുള്ള പരലോക ജീവിതത്തിലേക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വളരെ ഉന്നതമായ വിജയം വേണം. ഇവിടെ നമുക്ക് പരാജയങ്ങളാണെങ്കിലും ഇവിടെ നമുക്ക് കഷ്ടപ്പാടാണെങ്കിലും ഇവിടെ നമുക്ക് സങ്കടമാണെങ്കിലും ആഖിറത്തിൽ നമുക്ക് വിജയിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇപ്പോഴേ ദ്വാരന്ന് തുടങ്ങാം. അല്ലാഹു തആല നമ്മുടെ ഖബർ ജീവിതവും നമ്മുടെ പരലോക ജീവിതവും എല്ലാം അല്ലാഹു സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ഈ ദുആ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ.
اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار اللهم إني أعوذ بك من عذاب القبر ومن عذاب النار അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയിട്ടുള്ള ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, തസ്ബീഹുണ്ട്, ഇസ്മുകളുണ്ട്, എല്ലാം അള്ളാഹു തആല പരിപൂർണമായി അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. ദുആ ചെയ്യാൻ പോവുകയാണ്. ദുആരക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആരക്കാം. അത് വളരെയധികം നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. എല്ലാവരും ഒന്ന് ചോദിക്കും. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين
റഹ്മാനായ അല്ലാ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാ, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തവരാ, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി ഒറ്റക്കും കൂട്ടായി അല്ലാഹുവേ നിനക്ക് പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി അല്ലാ. കണ്ണുകൊണ്ട് ഹറാമ് ചെയ്തല്ലാ, വായ കൊണ്ട് ഹറാമ് പറഞ്ഞല്ലാ, ചെവികൾ കൊണ്ട് ഹറാമ് കേട്ടല്ലാ, കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ഹറാമ് ചെയ്തു പോയി റബ്ബേ. അല്ലാഹുവേ, എല്ലാ പാപങ്ങളും ഞങ്ങൾ ഏറ്റുപറയുകയാ. ഞങ്ങളുടെ തൗബയാണിത്. ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാ, പൊറുത്തു തരണേ അല്ലാ. ആഖിറത്തിലേക്ക് ഖബറിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ. അല്ലാഹുവേ, യാദൽ ജലാലി വൽ ഇക്റാമായ അല്ലാ, റഹ്മാനായ അല്ലാ, വഫാറായ അല്ലാ, സത്താറായ അല്ലാ, പാപങ്ങളെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കാരണവന്മാര്, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാര് മുഴുവൻ പേർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, ഖബറിടം വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് ചെല്ലേണ്ടവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. റഹ്മാനെ, ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ ദുആക്ക് ആമീൻ പറയുന്ന അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് കാണുന്നവരുണ്ട് റഹ്മാനെ, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുണ്ടെല്ലാം നീ ഹസുലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മാറ്റിത്തരണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, ഒരുപാട് കിഡ്നിക്ക് പ്രോബ്ലവും, അതുപോലെ കൊളസ്ട്രോൾ, ഷുഗർ പോലെ ഒരുപാട് രോഗങ്ങൾ എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, റഹ്മാനെ, രോഗങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ വീട്ടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, കുടുംബ ജീവിതത്തിൽ ഖൈറും സമാധാനവും നൽകണേ അല്ലാ. അല്ലാഹുവേ, വഴക്കുകളെ തൊട്ട് അതുപോലെ തന്നെ പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, അതുപോലെ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, അതുപോലെ ഒരുപാട് നിരവധി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കഴിക്കുന്ന മരുന്നുകളിൽ നീ എല്ലാവിധത്തിലുള്ള ശിഫാവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ബിസിനസ്സിൽ ഉന്നതി കൊടുക്കണേ അല്ലാ, അവരുടെ കച്ചവടത്തിൽ, അവരുടെ ജീവിതത്തിൽ നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിന്റെ ബറക്കത്ത് തരണേ അല്ലാ, നിന്റെ സഹായം തരണേ അല്ലാ. റഹ്മാനെ, പടച്ചവനെ, അല്ലാഹുവേ, ലോക മുഅ്മിനീങ്ങൾക്ക്, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കടക്കാരായ ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെയും കടങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആക്സിഡന്റ് വരുന്നതിനെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ റോഡിലൂടെ ഒരുപാട് സഞ്ചരിക്കുന്നവരാണ് റഹ്മാനെ. അപകട മരണങ്ങൾ, അതുപോലെ ആക്സിഡന്റുകൾ, അതുപോലെ തന്നെ റഹ്മാനെ, ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, എല്ലാത്തിനെ തൊട്ടും നീ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനെ, ഒരുപാട് പ്രവാസികളായ സഹോദരിമാര്, സഹോദരങ്ങൾ ഞങ്ങളുടെ മജ്ലിസ് കാണുന്നവരാണ്. ലക്ഷദ്വീപിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അതുപോലെ കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ഞങ്ങളുടെ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലിരുന്ന് ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിനെ നീ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. ചെയ്തു പോയ തെറ്റുകളുടെ പേര് ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. റഹ്മാനെ, പടച്ചവനെ, ഞങ്ങളെല്ലാവരും മരണപ്പെട്ടതിന് ശേഷം ഖബർ ജീവിതത്തിലേക്ക് പോകേണ്ടവരാണ്. ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനെ, സിറാത്ത് പാലം വേഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനെ, സ്വർഗ്ഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റബീഉൽ അവ്വൽ പുണ്യമായ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ,
സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, മദ്ഹ് പറഞ്ഞിട്ടുണ്ട്, മൗലിദ് ഓതിയിട്ടുണ്ട്, ദിക്ർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ അല്ലാഹുവേ പോരായ്മകൾ പരിഹരിച്ച് ഖബൂലാക്കണേ അല്ലാ. ആ മുത്ത് റസൂലിന്റെ റൗള സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ, മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വലിയ തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ദ്വായിനെ കബൂലാക്കുമാറാവട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.